ഇപ്പം നമ്മൾ ഈ മറൊക്കെ ശരിക്കും പൊക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പം അത് പിന്നെയും താഴ്ത്തുകയാണ്. അത് നാളെ പൊക്കും നമ്മളെ പ്രസിഡന്റ് വാക്ക് തന്നിട്ട്. നമ്മൾ ഇത്രയും ഉഷാറായിട്ട് ഈ പരിപാടിയൊക്കെ ഇവിടെ നമ്മളെ വളരെ ഞാൻ പല റബീഉൽ അവ്വലിലും സാധാരണ സംബന്ധിക്കാറുണ്ട്. വളരെ സന്തോഷം തോന്നിയ ഓരോ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ നല്ല കാശൊക്കെ അത്യാവശ്യം ചെലവാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തീർത്തും തങ്ങളെ പൊരുത്തം സമ്പാദിക്കാൻ പറ്റുന്നൊരു രീതിയിലാവാം. അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഇങ്ങനെ പരസ്പരം കാണുക, ഇടകലരുക എന്നുള്ളത് നിഷിദ്ധമാണ്. പൂർവകാലത്ത് മൗലിദിനെ വിമർശിച്ച ചില ആളുകളുണ്ട്, നബിദിനാഘോഷത്തെ. അവർ പറഞ്ഞ ഒരു കാരണതാണ്, മൗലിദിന്റെ സദസ്സിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലരുന്നു. ഇമാം സുയൂത്തി മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് ഒഴിവാക്കിയാൽ പോരെ. അപ്പൊ അത് പരിഹരിക്കുന്ന കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മൾ കൂടണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു സ്ക്രീൻ അവിടെ വെച്ചു കൊടുത്താൽ ആ പ്രശ്നമൊക്കെ തീരും. അത് കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഇരിക്കട്ടെ, സാന്ദർഭികമായി പറഞ്ഞതാണ്. അതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ ഇടക്കത് ഇങ്ങനെ പൊക്കാൻ പറയുമ്പോൾ സ്ത്രീകൾക്കൊരു പ്രയാസം ഉണ്ടാവും. ഇതെന്താണിത്? അവര് നല്ല ഇഖ്ലാസുള്ള ആളുകളാണ്. ഈ കുട്ടികളെ ദഫും അതുപോലെ തന്നെ പാട്ടും മൗലിദൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ നമ്മൾ ശരീഅത്തിന്റെ നിയമങ്ങൾ അത് ലംഘിച്ചു പോയ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തങ്ങളെ പൊരുത്തം കിട്ടാനാണ്. നേരത്തെ പറഞ്ഞ പോലെ അന്ത്യോളം കോരിയിട്ട് അന്തിക്ക് കലമിട്ടുടച്ചു എന്ന് പറഞ്ഞ രീതിയാവുമോ? ആ ബേജാറ് കൊണ്ട് പറഞ്ഞതാ.